നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് മുതൽ മുന്നോട്ടേക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ ജീവിത തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു എനർജിയും, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം കണക്റ്റ് ചെയ്തുള്ള ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് ആവാൻ വേണ്ടി ലൈക്ക് ചെയ്ത് നിങ്ങളിതിനെ പൂർണ്ണമായും കണക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ ഒരു റീഡിങ്സ് ചെയ്യാനും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിച്ചതിൽ ഡിവൈനോട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായി തീരണം. തീർച്ചയായിട്ടും താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളൊരു അഫർമേഷൻസ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് ഒരു അഫർമേഷൻസ് പോലെ എഴുതുമ്പം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരും. നിങ്ങൾ സാമ്പത്തികപരമായിട്ടാണെങ്കിലും കരിയർ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്കിപ്പം അത്യാവശ്യമായൊരു കാര്യം അത് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് വളരെയധികം ഒരു വിഷൻ എനർജിയോട് കൂടി അതിനെ നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. അതായത് നിങ്ങളുടെ ആ ഒരു അഫർമേഷൻസ് നിങ്ങളെപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഒരു ബുക്കിൽ എഴുതണമെന്ന് പറയുന്നത് പലരും ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോൾ ഈ ഒരു റീഡിങ്സ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൽ എഴുതി ചേർക്കുമ്പം തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റായിട്ട് വന്നുകൊള്ളും. തീർച്ചയായിട്ടും അതൊരു മടിയോ മറ്റ് നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് എഴുതുക. നിങ്ങൾക്ക് ആ ഒരു സംഭവം ലഭിച്ചതിനും അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിലും നിങ്ങൾ അതിനകത്ത് അനുഭവിക്കുന്ന സന്തോഷത്തെയും കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ഡിവൈനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു അഫർമേഷൻസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കത് ലഭിക്കുന്നവരെ, അത് എത്ര നാളുകൊണ്ടാണോ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് അന്ന് വരെ നിങ്ങൾ മുടങ്ങാതെ അത് എഴുതിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം 5 ദിവസം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ വിശ്വാസം, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പവർ എനർജീനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. 2026 നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത് നിങ്ങൾക്കുള്ള അടുത്ത ഒരു അവസരമാണ് ഈ വന്ന് നിൽക്കുന്നത്. അപ്പം നാളെ നമുക്കതെന്താണ് പ്രയോജനപ്പെടുത്തി നമ്മളുടെ ഒരു ദിവസം പോലും നമ്മൾ വേസ്റ്റാക്കിയില്ല എന്നുള്ള ഒരു ആത്മാഭിമാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുക, നിറഞ്ഞ മനസ്സോടെ പ്രവർത്തിക്കുക. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത്, ഏത് മേഖലയിലാണോ നമ്മളെ സമർപ്പിക്കേണ്ടത് അവിടെ പൂർണ്ണതയോടുകൂടി സമർപ്പിക്കുക. എല്ലാവരെയും സംബന്ധിച്ച് പണത്തെ ഫോക്കസ് ചെയ്യും. പണത്തെ ഒരിക്കലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. അത് നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ പ്രവൃത്തിയെ, നിങ്ങളുടെ സ്കിൽസ് അതെന്താണെന്ന് വെച്ചാൽ അതിൽ ഫോക്കസ് ചെയ്യുക. അതിനെ ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും പൂർണ്ണതയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ബാക്കി നിങ്ങളിലേക്ക് വന്നുകൊള്ളും. ഫിനാൻസ് എന്ന് പറയുന്നത് അട്രാക്റ്റഡ് ആണ്. നമ്മൾ ചെയ്യുന്നതനുസരിച്ച്, നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് നമ്മളിലേക്ക് വന്നുകൊള്ളും. നമ്മളുടെ പ്രവൃത്തി വളരെ പോസിറ്റീവും ആത്മാർത്ഥ നിറഞ്ഞതുമായിരിക്കണം എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മളിലേക്ക് എല്ലാം തന്നെ കണക്റ്റഡ് ആയിട്ട് വരും. മണി അഫർമേഷൻസ് ഇട്ടിട്ടുണ്ട്. മണിയുടെ കർമ്മകളുണ്ടെങ്കിൽ, ബാഡ് കർമ്മയുണ്ടെങ്കിൽ അതിനെ ഹീലാക്കാൻ നിങ്ങളെ സഹായിക്കും മണി അഫർമേഷൻസ് ചെയ്യുക. കൂടാതെ തന്നെ വരാഹി മന്ത്രമുണ്ട്. നെഗറ്റീവ് എനർജികളുടെ പ്രസൻസിനെയൊക്കെ നമ്മളിൽ നിന്നും മാറ്റി നമ്മളെ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആക്കുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്ന വരാഹി മന്ത്രം. തീർച്ചയായിട്ടും അത് ഒരു പ്രാർത്ഥന പോലെ ചൊല്ലുക കേട്ടോ. അതിനൊന്നും ഓവറായിട്ടൊന്നും നമ്മൾ അഡിക്റ്റഡ് ആവണ്ട. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടായിരിക്കണം, എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം ജീവിതത്തിൽ കേട്ടോ. നമ്മുടെ ചിന്തകളിലാണെങ്കിലും പ്രവൃത്തികളിലാണെങ്കിലും എല്ലാം ഒരു ബൗണ്ടറി കീപ്പ് ചെയ്താൽ തന്നെ നമ്മളിൽ മാറ്റം സൃഷ്ടിക്കപ്പെടും. 100% ഉറപ്പാണ്. നമുക്ക് ഇതിലേക്ക് നോക്കാം. ഇന്നത്തെ നമുക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും സമയ ചേഞ്ചിങ് ആണ് കേട്ടോ.
ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്കിന്ന് പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ചില പ്രതീക്ഷകൾ, നിങ്ങളുടെ കാത്തിരിപ്പിനൊക്കെ ഒരു അവസാനം വരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് പറയാൻ പറ്റും. പുതിയ ചില കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പുതിയ ചില ബന്ധങ്ങളെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ സമയമായിട്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അവിടെ നിന്നും നമ്മളിലേക്ക് ഒരു ചേഞ്ചിങ് വരുന്ന, ഒരു മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു വിജയത്തിൻ്റെ പാതയായിരിക്കാം. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നതായിരിക്കാം. ചില വ്യക്തി ബന്ധങ്ങളെ തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കാം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത്, അതായത് ടോക്സിക് ആയിട്ട് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് പെയിൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ അതൊരു കരിയർ ആവാം, അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്നൊരു കാര്യമാവാം, അതല്ലെങ്കിൽ ബന്ധങ്ങളാവാം, ചിലപ്പോൾ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റത്തെ ആഗ്രഹിക്കുന്ന, അതായത് ഒരു ചേഞ്ചിങ് എനർജി ആഗ്രഹിച്ചിട്ടും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ നിങ്ങൾ നിൽക്കുന്നിടത്ത്, അതായത് വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന, ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആവാം. ആ ഒരു സിറ്റുവേഷൻസുകളിൽ നിന്നുമാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നത്. അതായത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ഒരു ചേഞ്ചിങ് വരുന്നതായിട്ട് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. കുറേ ആളുകളെ സംബന്ധിച്ച് ബർഡൻ ഇറക്കി വയ്ക്കാൻ പറ്റുന്നു കേട്ടോ. നിങ്ങൾ ഇത്രയും നാളും ഏറ്റെടുത്തിരുന്ന ആവശ്യമില്ലാത്ത എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീനെയൊക്കെ നിങ്ങൾക്കൊന്ന് താഴെ വയ്ക്കാൻ, നിങ്ങൾക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുന്ന ഒരു റിലാക്സ് എനർജിയിലേക്ക് മാറാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, ഹാർഡ് വർക്ക്, ഓവർലോഡ് എനർജിയൊക്കെ ഓവർലോഡായിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു റിലാക്സ് എനർജിയിലേക്ക്, അതായത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലി പരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു കാൽവയ്പ്പിൻ്റെ സമയമായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരു ചേഞ്ചിങ്, ചിലരെയൊക്കെ സംബന്ധിച്ചൊരു സ്വപ്ന സാക്ഷാത്കാരം, ഒരു വീട് വെക്കുന്നതിനെക്കുറിച്ചോ സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഫാമിലിയെ ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിനി ആക്ഷൻ എടുക്കാനുള്ള സമയമായി, അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ മനസ്സിൽ ചില സ്വപ്നങ്ങളൊക്കെ കുറച്ച് ആളുകളിൽ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. ചിലരെയൊക്കെ സംബന്ധിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കുടുംബപരമായിട്ട് വരെ അതൊരു സക്സസ്സിലേക്ക് എത്താൻ പാകത്തിന്, എല്ലാവർക്കും പ്രയോജനം ചെയ്യാൻ പാകത്തിനുള്ള ചില തീരുമാനങ്ങൾ, ഒരു സ്ട്രോങ് ആയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിട്ടുള്ളൊരു എനർജി, അത് ചിന്തിക്കുന്നതല്ല, ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നാണ് നമുക്കിവിടെ എനർജിയിൽ കിട്ടിയിരിക്കുന്നത്. അതും നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ പ്രസൻസ് അതിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. സമയം മാറുന്നു, നിങ്ങളുടെ കുടുംബപരമാകുന്നു, ചിലപ്പോൾ പൂർവിക കർമ്മയൊക്കെ മാറുന്ന ഒരു സിറ്റുവേഷൻസ് ആവട്ടോ. പൂർവിക കർമ്മയൊക്കെ നമ്മളെ പിടിവെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇട്ടങ്ങോട്ട് കറക്കും. നമുക്ക് ഒരിക്കലും ഒരു മോചനം ലഭിക്കാതെ, ഒരു ശാന്തി ലഭിക്കാതെ, നമ്മുടെ ആത്മാവിനൊരു സമാധാനം കിട്ടാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളൊക്കെ ഉണ്ടാകും. അതായത് വിവാഹ തടസ്സം, രോഗങ്ങൾ, സാമ്പത്തികപരമാകുന്ന എത്ര വന്നാലും കയ്യിലിരിക്കാണ്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ബന്ധങ്ങളിലെല്ലാം വിള്ളൽ, ആരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകുക, ചുറ്റും ശത്രുക്കളുടെ ഒരു വലയം തീർക്കപ്പെടുക, ഇതൊക്കെയാണ് പൂർവിക കർമ്മയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് നമുക്ക് പ്രാർത്ഥിക്കാനോ ദൈവത്തിൽ വിശ്വാസമില്ലായ്മ തോന്നുക, അതായത് എല്ലാത്തിനോടും വിരക്തി, വെറുപ്പ്, ശത്രുത, ദേഷ്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ ഓരോ വ്യക്തികളും കടന്നു പോകുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർവികരെ പോയി കാണുക. അതായത് നമ്മുടെ കുടുംബക്ഷേത്രമാവാം, അതല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ പറയുമ്പോൾ എന്നാ പറയണത്, അവരുടെ ആ ഒരു ഇടവക പള്ളി, അവിടെയൊക്കെ പോവുക, നമ്മളെ അടക്കിയിരിക്കുന്ന നമ്മുടെ പൂർവികരെയൊക്കെ ഒന്ന് പോയി അവർക്ക് മുമ്പിൽ ഒരു പ്രാർത്ഥിച്ച് ഒരു മെഴുകുതിരിയൊക്കെ കൊളുത്തുക. അങ്ങനെ മുസ്ലിംസിനെ സംബന്ധിച്ചാണെങ്കിലും അതുപോലെ തന്നെയാണ്. അപ്പം നമ്മളുടെ ആ ഒരു മതാചാരങ്ങളെ ഒന്നും ഒരിക്കലും മാറ്റി വെക്കരുത്. കാരണം ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു എനർജി, അത് ആ സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ പൂർവികരാകുന്ന ആളുകൾ ഉള്ളടെന്ന് പറയുന്നത് അവരുടെ എനർജി നിറഞ്ഞു നിൽക്കും. നമ്മളവിടെ ചെല്ലുമ്പം അവർക്ക് വളരെ ഹാപ്പിനെസ് ആണെന്ന് പറയണം. ആ ഒരു എനർജിയിൽ തന്നെ ഒരു മാറ്റം വരും. ഹിന്ദുക്കളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ പൂർവികരുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട്. നമ്മുടെ
പരദേവത അവിടെയുണ്ട്, നമ്മുടെ കുടുംബ ദേവത മാതാവിന് തുല്യമാവുന്ന അമ്മ അവിടെയുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന എനർജി വളരെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ്, അതുപോലെ മറ്റുള്ളവരിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടേക്കൊന്ന് പോവുക, അവരെയൊക്കെ സന്ദർശിക്കുക, കുറച്ച് സമാധാനമായിട്ട് അവിടെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നാൽ മതി. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കൊന്നും വേണ്ട. നമ്മളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെയൊക്കെ ഉള്ളത്. ആ പ്രപഞ്ചമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മളെ അറിയും. ജസ്റ്റ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് എന്ന് മാത്രം എപ്പോഴും നിങ്ങളൊന്ന് ഉരുവിട്ടാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ പോലും അറിയാതെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിൽ ഉണ്ടായിത്തീരും. അതിനൊക്കെ തയ്യാറാവണം. ഇപ്പം നമ്മൾ ഈ പറയുന്നതിനെ എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് നമ്മുടെ ഒപ്പം തന്നെ. അതുകൊണ്ട് നമുക്ക് പറയാനും ഭയം തോന്നും. കാരണം നമ്മളിലുള്ള ഊർജ്ജവും കൂടി ലോസാക്കി കളയുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു സ്ട്രോങ് എനർജിയിലേക്ക് വരിക എന്നാണ് കാണുന്നത്. ഒരു കോൺഫിഡൻസ് ഉണ്ടാകുക. അതുപോലെ തന്നെ പൊതുവായിട്ട്, അതായത് നമുക്കൊരു സോഷ്യൽ ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് സാമൂഹികപരമായിട്ടൊക്കെ ആളുകളുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒരു പരോപകാരം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ മാറാനുള്ള ഒരു മാനസിക അവസ്ഥയൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതായ സമയമായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു ഫ്രീഡം ഒക്കെ കിട്ടാൻ പോകുന്നുണ്ട് കേട്ടോ. ചില വെല്ലുവിളികളെയൊക്കെ നിങ്ങൾക്കൊന്ന് നേരിടേണ്ടി വരുന്നുണ്ട്. ചിലതൊക്കെ ഫേസ് ടു ഫേസ് ഒക്കെ ചില വ്യക്തികളും ചില സിറ്റുവേഷൻസിനെയൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെയധികം കോൺഫിഡൻസോടു കൂടി നിങ്ങൾക്ക് നേരിടാൻ പറ്റും. അതായത് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ബാലൻസ് ആണ്. എല്ലാ കാര്യത്തെയും നിങ്ങൾക്ക് പക്വതയോടുകൂടി മെച്യൂരിറ്റിയോടുകൂടി കാണാനും പ്രവർത്തിക്കാനും, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു പോസിറ്റീവായി തീരാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മറ്റെല്ലാവർക്കും നിങ്ങളുടെ ഒരു പോസിറ്റീവ് വൈബ് അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കൊരു പോസിറ്റിവിറ്റി ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിലൊരു വിജയത്തിൻ്റെ, നിങ്ങളിലുള്ള ആ ഒരു പോസിറ്റീവ് മറ്റുള്ളവർ കൂടി ഒരു പോസിറ്റീവായി അവരുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു. അതുപോലെ നിങ്ങളുടെ വാക്കിനൊക്കെ ഒരു വാല്യൂ ഉണ്ടാവാൻ പോകുന്നു. നിങ്ങൾ പറയുന്നതെല്ലാം മറ്റുള്ളവർക്കും പ്രയോജനകരമാകുന്നു. അതുപോലെ നിങ്ങൾക്കൊരു ഗൈഡൻസ്, മറ്റുള്ളവർക്കൊരു ഗൈഡൻസ് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാര്യങ്ങളെയെല്ലാം വളരെയധികം ഗൗരവത്തോടു കൂടി കാണാനും പ്രവർത്തിക്കാനുമുള്ളൊരു സ്ഥാനം, അതായത് മറ്റുള്ളവർ നിങ്ങളോട് അഡ്വൈസ് തേടുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഈ ഒരു എനർജി കണക്ട് ചെയ്ത് നിങ്ങളിലും വരുന്ന മാറ്റം എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ കോൺഫിഡൻസ്, ഒരു എന്താ പറയുക, ധൈര്യം, ഇതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഇതെല്ലാം കണക്റ്റഡ് ആകുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു ഫ്രീഡം ഫീൽ ചെയ്യും. നിങ്ങളിലുള്ള ഒരു ഉൾവലിഞ്ഞ് നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ട്രഗിളിൽ നിന്നും നിങ്ങളൊരു ഫ്രീഡം എനർജിയിലേക്ക്, ഒരു സ്വാതന്ത്ര്യം ലഭിച്ച പോലെ നിങ്ങൾ മാറാൻ പോകുന്നു. അതുപോലെ കരിയർ പാതയിലൊക്കെ ആണെങ്കിലും ഒരു പൊസിഷനിലൊക്കെ ഒരു ചേഞ്ചിങ് ഈ ഒരു അടുത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾക്കൊരു വാല്യുബിൾ ആകുന്ന ഒരു പൊസിഷൻ ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ബന്ധങ്ങളിലൊക്കെ തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചിങ് വരാൻ പോകുന്നുണ്ട്. ശക്തമാകുന്നൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി കണക്റ്റഡായി വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ചില കാര്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. മടി പിടിച്ചിരിക്കുന്ന വ്യക്തികൾ ആ സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കുക. ഫോക്കസ് എനർജിയിലേക്ക്, എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങളൊന്ന് ആഗ്രഹിക്കുക, ഫോക്കസ് ചെയ്യുക കേട്ടോ. അതായത് സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അതായത് ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ ഉണ്ട്. മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കതൊന്നും പറ്റുന്നില്ല. ഒരു സ്റ്റക്നെസ്, ഒരു വല്ലാത്തൊരു ബാക്കിലേക്ക് പിടിച്ച് വലിക്കുന്ന ഒരു ഫീലിങ്സ്. ആഗ്രഹത്തോടു കൂടി ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിനകത്ത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി തന്നെയാണ് കാണുന്നത്. വിജയിക്കുക, ഒരു ഫ്രീഡം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷേ കർമ്മ ഹീലിംഗ് ഉണ്ട് കേട്ടോ. അതായത് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള സമയമാണ്. കർമ്മ, അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എപ്പോഴും പരാജയം നേരിട്ട വ്യക്തികളാണെങ്കിൽ, എപ്പോഴും പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ്, അതായത് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നിടത്തൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു പ്രതിഫലം കിട്ടാതിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചേഞ്ചിങ് ആണ്, കർമ്മ എൻഡിങ് ആണ്. നിങ്ങൾക്ക് മുന്നോട്ടേക്കൊരു ട്രാവലിംഗ് എനർജിയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ 6 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്.
ആഗ്രഹം സാഫല്യമാണ് കാണുന്നത്. ഫാമിലിയായിട്ടൊക്കെ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചൊരു ജസ്റ്റിസ്, ഒരു നീതി ഒരു ലീഗൽപരമാകുന്ന ഒരു ഇഷ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റായി നിന്നിട്ടുണ്ടാവും. അതായത് ലീഗൽപരമാകുന്ന എന്തെങ്കിലും പ്രശ്നം ഫാമിലിപരമായിട്ട് നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു മോചനത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്തിറക്കപ്പെടുന്നു. അതായത് പുറത്താകാൻ പറ്റുന്നുണ്ട്. അതായത് ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുന്നു. പക്ഷേ നിങ്ങളപ്പോഴും പ്രതിസന്ധികളുണ്ട്, നിങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ആ ഒരു പ്രോബ്ലംസ്, ആ ഒരു ലീഗൽപരമാകുന്ന ആ ഒരു ഇഷ്യൂവിൽ നിന്ന് നിങ്ങളിങ്ങ് പുറത്തു ഇറങ്ങുന്നുവെങ്കിലും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. വേൾഡ് കാർഡ് എനർജി നിൽപ്പുണ്ട്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. കുറച്ചും കൂടി സമയമെടുക്കും എല്ലാം ശാന്തമാവാനെന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട്. നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബമെന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ചിലരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളുടെ പിതാവിനെ ബേസ് ചെയ്ത്, ഒരു ഗാർഡിയൻ എനർജീനെ ബേസ് ചെയ്താണ് നിങ്ങൾക്കൊരു ദുഃഖം കണക്റ്റ് ചെയ്യാനുണ്ട്. ഒരു ഏജ്ഡായൊരു മസ്കുലൻ എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു ദുഃഖത്തെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ദുഃഖം നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതൊരു ലോസ് എനർജിയാണ് കേട്ടോ. ഒരു പക്ഷേ മറ്റൊന്നും ചിന്തിക്കേണ്ട, ഒരു വേർപാടിൻ്റേതാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇമോഷണൽ ടോക്കിംഗ് എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു മൂവ് ഓൺ ചെയ്തു പോകേണ്ട, അതായത് വിട്ടുപോകേണ്ടി വരുന്ന ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷെ നമുക്ക് വിധിയാണ്, ലൈഫിൽ പലതും നമ്മൾ നേരിടേണ്ടി വരും. സ്ട്രോങ് മൈൻഡ് സെറ്റ് ആവുക, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ ലോസ് കൂടി നമുക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. കുറച്ച് നാളായിട്ട് നിങ്ങൾ കുറച്ച് സ്ട്രെസ് എനർജിയിൽ നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്നൊരു ഇടപാട് ഉണ്ടായിട്ട് അതൊന്ന് ക്ലാരിറ്റി വരുത്താൻ പറ്റാതെ നിങ്ങൾ ചിലപ്പെങ്കിൽ ഒരു സ്ട്രെസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് ആ സാമ്പത്തികത്തിനകത്തൊരു സ്റ്റക്നെസ്, ഒരു പക്ഷേ നിങ്ങൾ കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതോ ആയ ഒരു സാമ്പത്തികത്തെ ബേസ് ചെയ്ത് കുറേ നാളുകളായിട്ട്, അതായത് നമ്മുടെ ഒരു ലാസ്റ്റ് ഇയർ സംബന്ധമായിട്ട് നിങ്ങൾ സ്ട്രെസ് എനർജിയിലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ മാറുകയാണ് കേട്ടോ. സാമ്പത്തികത്തിൻ്റെ ഒരു ഓപ്പൺ എനർജി വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ആണ്, അബണ്ടൻസ് ആണ്. ഫിനാൻഷ്യൽ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ, അതായത് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികപരമാകുന്നൊരു സ്റ്റക്നെസ്സോ സാമ്പത്തിക ലോസോ അനുഭവിച്ചിരുന്നവരാണെങ്കിൽ മാറ്റമാണ് കാണുന്നത്. പ്ലസ് നമുക്ക് 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ലക്കി എനർജിയാണ് കേട്ടോ. അതായത് ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാമ്പത്തികം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് സ്റ്റക്കായിട്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് പൈസ വരാനിരുന്നത് അതൊരു സ്റ്റക്നെസ്സിൽ, അത് കിട്ടാതെ കാലതാമസത്തിലിരുന്ന കാര്യങ്ങളെല്ലാം മാറുന്നുണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് ആ ഒരു ഡിലേ എനർജി അവസാനിക്കുന്നു. സാമ്പത്തികം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന അബണ്ടൻസ് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ, നിങ്ങൾ എന്തിനൊക്കെയാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. 3 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സ്റ്റക്നെസ്, പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ, കോൺഫ്ലിക്റ്റോ അതല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് ബ്ലോക്കേജോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സാഹചര്യവും നിങ്ങളിൽ കുറേ ആളുകളിൽ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആലോചിക്കാം, ഓപ്പർച്യൂണിറ്റീസാണ്. എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം പോലെ തന്നെയാണ്. ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളെ സംബന്ധിച്ച്
നിങ്ങൾ സംതൃപ്തിപ്പെടാതെ, നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഫാമിലി എനർജിയെ ബേസ് ചെയ്തായിക്കോട്ടെ, നിങ്ങളുടെ വീടിനുള്ളിലായിക്കോട്ടെ, നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കവും ഒരു ഹാപ്പിനെസ്സും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഡിവൈൻ നിങ്ങളോട് പറയുന്നത് വിഡ്രോവൽ എനർജിയാണ് കേട്ടോ. ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ തൽക്കാലം മാറി നിൽക്കുക എന്നാണ്. അത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് അവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നെഗറ്റീവാണ്, അവിടെ നിങ്ങൾക്ക് ശത്രുഭാവമാണ്. നിങ്ങൾ എവിടെയാണോ സ്ട്രഗിൾ ചെയ്യുന്നത്, കരിയർ പാതയിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു ഏത് സിറ്റുവേഷൻസിലാണേലും അവിടെ നിങ്ങൾക്ക് വരുന്നതെല്ലാം പോസിറ്റീവല്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതെല്ലാം നെഗറ്റീവാണ്. ഒന്ന് മാറുക എന്നാണ് നമുക്ക് അവിടെ നിന്നും ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ. ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ അബണ്ടൻസ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഡിലേ ആയിരുന്ന, നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ, ഒരു ഗുഡ് ന്യൂസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റിംഗ് ചെയ്താണ് നിന്നിരുന്നതെങ്കിൽ അബണ്ടൻസ് ആണ്. നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വരാൻ പോകുന്നു. മാറ്റങ്ങളാണ്. ഒരു ക്യൂരിയോസിറ്റി എനർജിയിലൊക്കെ നിന്നതിനൊക്കെ നിന്നും പുതിയ ഐഡിയാസുകൾ, നിങ്ങൾ എന്ത് ചെയ്താലും ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് എന്നാണ് കാണുന്നത്. വെല്ലുവിളികളെ അതിജീവിക്കാനുള്ളൊരു പവർ നിങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് നൽകിയിട്ടുണ്ട് ഏഞ്ചൽസ്. അതായത് സ്വപ്നം റിയാലിറ്റി ആക്കാൻ പറ്റിയ, നിങ്ങൾക്കിനി ആരോടെങ്കിലും ഒരു ഇമോഷൻസ് തോന്നിയിട്ട് നിങ്ങളത് പറയാൻ മടിച്ചൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു. നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ റിയാലിറ്റി ആവുകയാണ്. അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ടൈമാണ് ഇനി മുന്നോട്ടുള്ള സമയങ്ങളെന്നാണ് കാണിച്ചു തരുന്നത്. അതുപോലെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ, അതായത് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുമോ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ ഫലം ലഭിക്കുമോ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റായി ദിശയാണോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഡിവൈൻ പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ മുന്നോട്ടേക്ക് കാണാൻ പറ്റും. റിക്കവറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. വീണ്ടെടുക്കുക എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇമോഷണൽ, അതായത് ഒരു നിരാശയിൽ നിൽക്കുന്ന വ്യക്തികൾ, ജീവിതത്തിൽ എല്ലാത്തിനോടും ഒരു വെറുപ്പും റിജക്റ്റും തോന്നുന്നവരോട് നിങ്ങൾ വീണ്ടും പുറത്തു വരിക എന്നാണ് പറയുന്നത്.